ഇത്രയും ഭാഗം ഇടിഞ്ഞു വീണ് പോയത്. വീണ്ടും കൂന വലുതായി വരുന്നുണ്ട്. നോക്കിയോ ഗൈസ്, ഉറപ്പായിട്ടും വീണ്ടും മണ്ണ് കൂട്ടി എടുക്കുന്നുണ്ടാവും. ഇതൊക്കെ വെള്ളം കൊണ്ടുപോകണം ഗൈസ്. മഴ ചെറുതായിട്ട് ചാറ്റിട്ടുള്ളൂ. അങ്ങനെ താഴെ വളവിന്നാ കയറുന്നത്. ഇപ്പോഴേ തളർന്ന് ഗൈസ് പോയിട്ടാണ് അലക്കി കുളിക്കാനായിട്ട്. ശ്രുതി പോയിട്ടാന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ ഇപ്പൊ കുളിക്കാൻ വേണ്ടി പോലെ ഇവിടെ അലക്കി കുളിക്കാൻ വേണ്ടി പോലെ. അപ്പൊ ഞാൻ ഇവിടുത്തെ മോളിൽ പോകേണ്ട ആവശ്യമില്ല. ശ്രുതി ഡ്രസ്സൊക്കെ എടുത്ത് വരാൻ നോട്ടുണ്ട്. അപ്പൊ അതായിരിക്കും ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്താൽ മാത്രം മതി. പറ്റുണ്ടോ ഗൈസ്, ഒരു മൂടിയ ക്ലൈമറ്റാണ്. അവിടെയൊക്കെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും വന്നപ്പോൾ അലക്കി കുളിച്ചത് നന്നായി. ഇനി കാരണം ഇനി മോളിൽ പോകുമ്പോൾ മടിയാവും. കാരണം ശരിക്കും തളർന്ന് തൊണ്ടയൊക്കെ വേണ്ടി പണ്ടടങ്ങിയായിരുന്നു വേർത്ത് കുടിച്ചിട്ട്. അപ്പൊ വന്ന വഴിക്ക് കുളിച്ചു നന്നായി. കാരണം ഇല്ലെങ്കിൽ രണ്ടാമത് കുടിക്കാൻ താഴ്ത്തിറങ്ങാൻ മടിയാകും. കാരണം ഭയങ്കരമായിട്ടും തളർന്നു പോയായിരുന്നു. മോളിൽ പോയി ഉറപ്പോഴും താഴ്ത്തി ഇറങ്ങാൻ മടി പിടിച്ചിരുന്നേനെ ഞാൻ. എന്തായാലും നമ്മുടെ ഡ്രസ്സൊക്കെ അവളെ അലക്കി ഉണക്കാട്ടിട്ടുണ്ട്. ഇനിയിപ്പോ രാത്രി മഴ പെയ്താലും അവിടെ കിടക്കട്ടെ, നാളെ നോക്കാം. നമ്മളിത് കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ബക്കറ്റ് നിറച്ചിട്ടുണ്ട്. അപ്പൊ ഇനി വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് മാറി, സമാധാനമായി.